നമസ്കാരം. ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്നലെ എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം എടുത്തു പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ വന്ദേ മാതരവും എത്യോപ്യൻ ദേശീയ ഗാനവും തമ്മിൽ ഒരു സാമ്യമുണ്ട്. രണ്ട് ഗാനങ്ങളും അവരവരുടെ രാജ്യത്തെ അമ്മയായി കാണുന്നു എന്നതാണത്. കയ്യടികളോടുകൂടിയാണ് എത്യോപ്യൻ ജനത ആ വാക്കുകളെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളുടെ പ്രത്യേകതയും അതാണ്. ഭാരതത്തിനു വേണ്ടി അദ്ദേഹം വിദേശ രാജ്യങ്ങളോട് സംവദിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. അതാണ് മോദിയുടെ വിദേശയാത്രകൾ ലോകം ഉറ്റുനോക്കാൻ കാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ന് അവസാനിക്കുന്ന ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ പ്രത്യേകതകളാണ് ഫോക്കസ് പോയിന്റിൻ്റെ ഈ എപ്പിസോഡിൽ. ഇക്കഴിഞ്ഞ ഡിസംബർ 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ നിന്നും ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള തൻ്റെ സന്ദർശനം ആരംഭിച്ചത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ പ്രധാനമന്ത്രിക്ക് തിരക്കിട്ട പരിപാടികളായിരുന്നു. ഭാരതത്തിൻ്റെ ആഗോള നേതൃത്വം ഊട്ടിയുറപ്പിക്കുന്നതിനും രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദമുയർത്തുന്നതിനുമാണ് ഈ വിദേശയാത്ര. ജോർദാനിലാണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത്. ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്കായി ജോർദാൻ ഒരുക്കിയത്. ജോർദാൻ കിരീടാവകാശി സ്വയം കാർ ഡ്രൈവ് ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായ ഹോട്ടലിൽ എത്തിച്ചത്. നയതന്ത്ര സന്ദർശനങ്ങളിൽ അത്യപൂർവമായ ദൃശ്യങ്ങളാണ് ഇത് ലോകത്തിന് നൽകിയത്. ഭാരതവും ജോർദാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. ജോർദാൻ രാജാവ് അബ്ദുള്ള അൽ ഹുസൈനുമായി അദ്ദേഹം നിർണായകമായ ചർച്ചകളാണ് നടത്തിയത്. മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. തീവ്രവാദത്തിനെതിരെ ഇന്ത്യയും ജോർദാനും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്യോപ്യൻ സന്ദർശനം ആഫ്രിക്കയിലെ ഭാരതത്തിൻ്റെ ഇടപെടലുകളിലെ ഒരു ചരിത്ര അധ്യായമായിരുന്നു. എത്യോപ്യയും സ്വപ്ന സമാനമായ സ്വീകരണമാണ് ഭാരതത്തിൻ്റെ നേതാവിന് ഒരുക്കിയത്. കാർ ഡിപ്ലോമസി എത്യോപ്യയിലും ലോകം കണ്ടു. പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലിലേക്ക് കൊണ്ടുപോയത് എത്യോപ്യൻ പ്രധാനമന്ത്രി ഡ്രൈവ് ചെയ്ത കാറിലാണ്. എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഗ്ലോബൽ സൗത്തിൽ ഇന്ത്യയുടെ നേതൃസ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതിനുമാണ് മോദിയുടെ സന്ദർശനം. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് മോദി പറഞ്ഞ വാക്കുകൾ അവിടുത്തെ ജനത ഹർഷാരവത്തോടുകൂടിയാണ് സ്വാഗതം ചെയ്തത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള സഹകരണത്തെ എത്യോപ്യ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്യോപ്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എത്യോപ്യൻ പ്രധാനമന്ത്രി അബിയ് അഹമ്മദ് അലി സമ്മാനിച്ചു. നിരവധി രാജ്യങ്ങളുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് എത്യോപ്യയുടെ ഗ്രാൻഡ് ഓണർ നിഷാൻ. പീസ് കീപ്പിംഗ് ട്രെയിനിങ്, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ നിർണായകമായ കരാറുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം നടന്ന സാംസ്കാരിക പരിപാടിയിൽ എത്യോപ്യൻ കലാകാരന്മാർ വന്ദേ മാതരം ആലപിച്ചത് ഭാരതത്തിൻ്റെ 140 കോടി ജനങ്ങൾ ആവേശത്തോടു കൂടിയാണ് വീക്ഷിച്ചത്. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലും പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്ത്യ ഒമാൻ ബന്ധത്തിൻ്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഒമാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായും സുൽത്താൻ ഹൈതം ബിൻ തരീഖുമായും അദ്ദേഹം നിർണായക കൂടിക്കാഴ്ചകൾ നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണവും സാമ്പത്തിക സഹകരണവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും വിഷയമാക്കിയാണ് ചർച്ചകൾ മുന്നോട്ടു പോയത്. ഇന്ത്യ ഒമാൻ ബന്ധത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറും ഇന്ന് യാഥാർത്ഥ്യമായി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കും. ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിട്ടുള്ള അമേരിക്കയെ സാക്ഷിയാക്കി മറ്റൊരു രാജ്യവുമായിട്ട് കൂടി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട മോദിക്ക് ഇത് വമ്പൻ നയതന്ത്ര വിജയം. ജനഹൃദയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതത്തിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ ഈ സന്ദർശനങ്ങൾക്ക് കഴിഞ്ഞു. മോദിയെ സ്വീകരിക്കാൻ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മത്സരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹത്തിന് അതിരില്ലാത്ത ആത്മവിശ്വാസമാണ് ഈ സന്ദർശനങ്ങൾ നൽകുന്നത്. 1ാം സ്ഥാനത്തേക്ക് അതിവേഗം കുതിക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ലോക നേതാവ് എന്ന സിംഹാസനത്തിൽ മോദി തുടരുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.